നമസ്കാരം. സംവാദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്ന ലോക്സഭാ മണ്ഡലം കോട്ടയമാണ്. കോട്ടയത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെന്ന് പറയപ്പെടുന്ന രണ്ട് കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്ന ഒരിടം. മുൻ കേരള കോൺഗ്രസും ഇപ്പോഴത്തെ കേരള കോൺഗ്രസ്, അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള മണ്ഡലമാണ് കോട്ടയം. കൂടാതെ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളിയും, KES അതായത് ഈ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള K. ഫ്രാൻസിസ് ജോർജും കൂടാതെ കേരള കോൺഗ്രസ് M അതായത് മാണി ഗ്രൂപ്പിൽ നിന്നുള്ള തോമസ് ചാഴിക്കാടനുമാണ് മത്സരിക്കുന്നത്. അങ്ങനെ പരസ്പരം നേർക്കുനേരെത്തുന്ന കേരള കോൺഗ്രസുകളുടെ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം എന്ന് പറയുന്നത്. ഈ കോട്ടയം മണ്ഡലത്തെക്കുറിച്ചാണ് നമുക്ക് വിശകലനം ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, അതായത് കോട്ടയം എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരും ഓർത്തു വെക്കുന്നത് കേരള കോൺഗ്രസുകളുടെ ഒരു മണ്ഡലമാണ് എന്നുള്ളതാണ്. പക്ഷേ കേരള കോൺഗ്രസുകളുടെ മണ്ഡലം എന്നതിനപ്പുറം അതിൻ്റെ പ്രാരംഭകാലം മുതൽ, എനിക്ക് തോന്നുന്നു 1952 തിരുവിതാംകൂർ കൊച്ചി അങ്ങനെയുള്ള തിരുക്കൊച്ചി സംവിധാനം ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ് ആണ് ആദ്യമായിട്ട് അവിടെ മത്സരിക്കുന്നതും വിജയിക്കുന്നതും. രണ്ടാമത് 1957 കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലൊക്കെ മാറി വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം 57 മുതൽ എനിക്ക് തോന്നുന്നു 2009 വരെ അങ്ങനെയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് CPM, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് CPM, അങ്ങനെ മാറി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് കോട്ടയത്ത് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ 2009 മുതൽ അവിടെയാണ് ഈ സീറ്റ്, ഈ കോട്ടയം സീറ്റ് UDF മാണി ഗ്രൂപ്പിന് നൽകുന്നത്. കേരള കോൺഗ്രസ് നൽകുകയും അന്ന് ജോസ് കെ മാണി മത്സരിക്കും. പിന്നെ ജോസ് കെ മാണിയുടേതായിട്ട് മാറുന്നു. അല്ലെങ്കിൽ കോട്ടയം ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നമ്മുടെ പഴയ KM മാണിയുടെ തട്ടകവും സ്വന്തവും ഒക്കെ ആയി മാറുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ കോട്ടയത്തിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം പറയുന്നത് ഇത് കേരള കോൺഗ്രസ്. സത്യത്തിൽ അതിൻ്റെ ചരിത്രം അതല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പിറവവും പാലായും കടുത്തുരുത്തിയും വൈക്കവും ഏറ്റുമാനൂരും കോട്ടയവും പുതുപ്പള്ളിയും ഒക്കെ അടങ്ങുന്ന 7 നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്ന ഒരു ഇടമാണ്. കേരള കോൺഗ്രസ്സുകാർ ഏറ്റവും കൂടുതലുള്ള, ഒരുപക്ഷെ കേരള കോൺഗ്രസ്സുകാർ മാത്രമുള്ള കുറച്ച് ആളുകളെങ്കിലും കേരള കോൺഗ്രസ് സ്ഥലമാണ്. അതെന്താ അറിയാമോ, ഈ കോൺഗ്രസ്സുകാർ ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയാണ്. കേരള കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ല, കോൺഗ്രസ്സുകാർ കൂടുതലുള്ള മേഖലയാണ്. പക്ഷേ കേരള കോൺഗ്രസ് രൂപം കൊണ്ടതിന് ശേഷം 1962 ശേഷം അതിനുശേഷം ഉണ്ടായ കേരള കോൺഗ്രസിലേക്കാണ് കോൺഗ്രസിലുള്ളവർ കേരള കോൺഗ്രസ്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു വിഭജനം ഉണ്ടാകുന്ന കാലഘട്ടം. മധ്യ തിരുവിതാംകൂറിലെ ഒരു കാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിലൊക്കെ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യമുള്ള മേഖലയായിരുന്നു. അവിടെ ഒന്നും ഈ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ CPM കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയാണ്. പക്ഷെ അവിടെ ഈ കേരള കോൺഗ്രസിന്റെ ഒരു ജനനമാണ് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള സംവിധാനങ്ങളെ ആകെ തരിപ്പണമാക്കിയത്. അപ്പോൾ കേരള കോൺഗ്രസുകളുടെ ജനനമാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിനുശേഷം KM മാണിയുടെ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നു. KM മാണിയും ഒപ്പം തന്നെ R. ബാലകൃഷ്ണപിള്ളയും, അവരാണ് കേരള കോൺഗ്രസ് രൂപീകരണത്തിന്റെ പിതാക്കന്മാർ. അപ്പോൾ അതിനു മുമ്പ് PT ചാക്കോയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനോടൊപ്പം പിന്നെ അറിയപ്പെടുന്ന പേരുകളായിരുന്നു KM മാണിയും, അന്ന് R. ബാലകൃഷ്ണയും PT ചാക്കോയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവസാനം തീർച്ചയായിട്ടും. പക്ഷേ PT ചാക്കോയെ പോലെ അത്രത്തോളം പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ് KM മാണി. ഒപ്പം തന്നെ അന്ന് പക്ഷേ ഈ R. ബാലകൃഷ്ണപിള്ളയാണ് അതിനോടൊപ്പം നിന്നിട്ട് ഈ കേരള കോൺഗ്രസിന്റെ രൂപീകരണം ഉണ്ടാക്കുന്നത്. മരിക്കും വരെയും കേരള കോൺഗ്രസിന്റെ R. ബാലകൃഷ്ണപിള്ള എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് എതിർവാദങ്ങളൊന്നും KM മാണിക്ക് ഇല്ലായിരുന്നു. KM PC തോമസ് പറയാനുള്ള അവകാശമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ഒരു മേഖലയിലൂടെ പ്രവർത്തിച്ചു വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരേ മേഖലയിൽ പ്രവർത്തിച്ചു വന്ന ആൾക്കാർ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന 2 ചിഹ്നത്തിലേക്ക് എത്തുന്നു. അവർ കൈപ്പത്തിയെ വിട്ട് 2 ചിഹ്നത്തിലേക്ക് മത്സരിക്കാൻ തുടങ്ങുന്നു. CPM-നോടൊപ്പം, ഇടതുമുന്നണിയോടൊപ്പം, ഒപ്പം തന്നെ ഐക്യമുന്നണിയോടൊപ്പം ഒക്കെ മാറിയും തിരിഞ്ഞും കലഹിച്ചും സ്നേഹിച്ചും ഒക്കെ കഴിഞ്ഞ ഒരു സംവിധാനത്തിൻ്റെ കീഴിലുള്ള ഒരു പാർട്ടിയാണ് ഒരു കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ്സുകാർക്കുള്ള പ്രത്യേകത, കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ റബ്ബർ കർഷകരും അടങ്ങുന്ന സംവിധാനം രൂപീകരിച്ചുകൊണ്ട് അതിന്റെ ചൂട് പിടിച്ചു. ഇപ്പോഴും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് അവർ ഉന്നയിക്കുന്നത്, മറ്റു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ ഉണ്ടാകപ്പെട്ട ഒരു റബ്ബർ പാൽ കർഷക സംവിധാനത്തിന്റെ കീഴിൽ ഉണ്ടാകപ്പെട്ട ഒരു സംവിധാനമാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ മത്സരിക്കാനെത്തുന്നു. ഫ്രാൻസിസ് ജോർജും ഒപ്പം തന്നെ തോമസ് ചാഴിക്കാടനും തുഷാർ വെള്ളാപ്പള്ളി, ഇതാണ് കോട്ടയത്തിന്റെ മുഖങ്ങളായി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നവർ. ഇവർ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ
ഇവർ ഏത് ഭാഗത്ത് നിന്നുള്ള, അതായത് ഇപ്പോൾ സാമുദായിക സന്തുലനമാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണമാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അടിയൊഴുക്കുകളാണോ ഉണ്ടാകാൻ പോകുന്നത്? കാരണം തോമസ് ചാഴിക്കാടനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വളരെ നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ നിന്നും ജയിച്ച സാരഥികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പക്ഷേ ഇനി മുന്നോട്ടുള്ള യാത്ര എത്രത്തോളം ശുഭകരമാകും എന്ന്, അല്ലെങ്കിൽ വിജയപ്രതീക്ഷ ഉണ്ടാകും. കാരണം തോമസ് ചാഴിക്കാടൻ 4,21,000 വോട്ടിനാണ് അവിടെ നിന്ന് ജയിച്ചത്. 1,06,251 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അങ്ങനെ വിജയിച്ച ഒരാളാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ 2019 എന്ന് പറഞ്ഞാൽ UDF അനുകൂലമായിട്ടുള്ള സുനാമിയായിരുന്നു. ആ സുനാമിയിലാണ് ഇവരെല്ലാവരും ഇങ്ങനെ 1,00,000 ലക്ഷത്തിലൊക്കെ വിജയിച്ചു വന്നത്. അതൊന്നും ഇപ്രാവശ്യം നോക്കുക വേണം, സ്ഥിതിവിശേഷം ഉണ്ടാവില്ല. അതെ, അത്രയും വലിയ ഒരു പ്രതിസന്ധി. അത് ഘടകങ്ങൾ, അത് ഒരു തെരഞ്ഞെടുപ്പിലെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകങ്ങളും ഇന്ന് UDFന്റെയോ കോൺഗ്രസിന്റെയോ അനുകൂലമായ ഘടകങ്ങളൊന്നും തന്നെ ഇല്ല. പകരം തോമസ് ചാഴിക്കാടന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം തോമസ് ചാഴിക്കാടൻ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് ഭരണപക്ഷത്തെ, LDFനോടൊപ്പമാണ്. ഒരു ഭരണവിരുദ്ധ വികാരം എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ KCM എന്ന് പറയുന്നത്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ജോസ് കെ മാണി വിഭാഗം എന്ന് പറയപ്പെടുന്നത് തോമസ് ചാഴിക്കാടനുമായി ബന്ധപ്പെട്ട് എത്രയൊക്കെ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ഫ്രാൻസിസ് ജോർജിന് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. ഫ്രാൻസിസ് ജോർജിന് ഇതുപോലെയാണ്. ഫ്രാൻസിസ് ജോർജിൻ AT ജോർജിൻ്റെ മകനായി വരുന്നു. അദ്ദേഹം ഈ കേരള കോൺഗ്രസിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ അതിനോടൊപ്പം നിന്ന ആളുടെ മകന് കൂടിയാണ്. അങ്ങനെ എത്തപ്പെടുന്ന ഫ്രാൻസിസ് ജോർജിനും വളരെ പ്രത്യേകതകളുണ്ട്. ഇടുക്കിയുടെ പുത്രനാണ് എങ്കിൽ കൂടിയും കോട്ടയത്തിലേക്ക് എത്തപ്പെടുകയും അവിടെ ഇപ്പോൾ ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനിയുള്ളത് അവിടുത്തെ മറ്റൊരു സാധ്യത എന്തായിരിക്കും എന്നാണ് ശ്രീ കരുതുന്നത്. ഇങ്ങനെയുള്ള മേഖലയിൽ ഈ ഇങ്ങനെ കേരള കോൺഗ്രസുകൾ തമ്മിൽ പരസ്പരം വെട്ടിമരിക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് ആരായിരിക്കും, എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉള്ളത്? ചില ചിത്രങ്ങൾ അവ്യക്തം തന്നെയാണ്. അത്തരത്തിലൊരു അവ്യക്തമായ ചിത്രമുള്ളൊരു സ്ഥലം കൂടിയാണ് കോട്ടയം. കോട്ടയത്ത് ഇത്തവണ മറ്റൊരു കാര്യം, ഇടതുപക്ഷത്തിന് ശക്തമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് SNDP ആണ്. SNDPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് കോട്ടയം. അതുകൊണ്ട് തന്നെയാണ് BDJS സീറ്റ് വേണമെന്ന ആവശ്യം NDAക്ക് മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ആ ആവശ്യം കൂടി വന്നതോടുകൂടി, മാത്രമല്ല വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞാണെങ്കിലും ഇടയ്ക്കൊക്കെ BJPയോടും ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ആക്രമണം BJPക്ക് നേരെ വെള്ളാപ്പള്ളി നടത്തുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രിയപത്നി പ്രീതി നടേശനാണ് ആലപ്പുഴയിലെ NDAയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പോലും ഉദ്ഘാടനം ചെയ്തത്. അതുകൂടാതെ മോദിയെ കാണാൻ വേണ്ടി തുഷാറിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മോദിയെ കാണാനടക്കം ഡൽഹിയിലേക്ക് പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല മാറ്റങ്ങളുമുള്ളൊരു സമയമാണ്. മാത്രമല്ല SNDPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന അത്രയേറെ എതിർപ്പ് SNDPയോ SNDPയുടെ ഘടകങ്ങളിൽ നിന്നൊന്നും തന്നെ BJPക്ക് നേരെ ഉയരുന്നുമില്ല. തീർച്ചയായും LDFന്റെ ശക്തമായ വോട്ട് ബാങ്കാണ് SNDP എന്ന് നമുക്കറിയാം. അപ്പോൾ ആ വോട്ട് ബാങ്കുകൾ തുഷാറിനെ തുണച്ചാൽ എന്താകും അവിടെ ഫലമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ പറയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കാരണം കേരള കോൺഗ്രസിനെ വോട്ടുകൾ തന്നെ ഭിന്നിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. കേരള കോൺഗ്രസിലെ പാർട്ടിയുടെ കൃത്യമായ മെമ്പർമാരുടെ അല്ല, ഒരു പക്ഷേ അനുഭാവികളുടേതടക്കമുള്ള വോട്ടുകൾ. കാരണം രണ്ടുപേരും എഴുതിത്തള്ളാൻ കഴിയാത്ത രണ്ടുപേരാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ വിഭജിച്ചു പോകേണ്ട സാഹചര്യം കൂടി ഉണ്ടായാൽ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. പ്രവചനാതീതമായിട്ടുള്ളൊരു മേഖലയാണ് ഈ കോട്ടയത്തിനെ കാണേണ്ടി വരും. കോട്ടയം മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക പാർലമെന്റ് മണ്ഡലങ്ങളും ഏകദേശം ആ അവസ്ഥയിലെത്തി. സാധാരണഗതിയിൽ നമുക്ക് പറയാൻ കഴിയും ഒരു 5 സീറ്റ് അല്ലെങ്കിൽ 6 സീറ്റ് എന്ന് എല്ലാ പാർട്ടിക്കും പറയാൻ കഴിയുന്നിടത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്ലീൻ മാൻഡേറ്റ് കേരളത്തിലെ ജനങ്ങൾ UDFന് നൽകി. പക്ഷേ ആ അനുകൂലമായ ഒരു മാൻഡേറ്റ് ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതകളൊന്നും തന്നെ UDFന് നിലവിലില്ല. അവിടെയാണ്. കാരണം ഒരു നല്ല സംഘടനാ സംവിധാനമില്ല. കഴിഞ്ഞ തവണ ഒരു ആൾ നയിക്കാനുണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകുമെന്നൊരു തോന്നൽ, കാര്യമൊന്നുമില്ലെങ്കിൽ ഒരു തോന്നലെങ്കിലും ജനിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള തോന്നലില്ല. രാഹുൽ എവിടെയാണെന്ന് പോലും അറിയില്ല. വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്, അമേഠിയിൽ നിൽക്കാൻ പോലും കഴിയാതെ വയനാട്ടിലേക്ക് ഓടി വന്ന് മത്സരിക്കുന്നു. അപ്പോൾ ഒരു നേതാവ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. കേരളത്തിൽ മാത്രമാണ് ഏകദേശം ഒരു കുറച്ചെങ്കിലും സീറ്റുകൾ, 10 സീറ്റെങ്കിലും കിട്ടിയാൽ അത്രയുമായി എന്ന അവസ്ഥയിലാണ് കോൺഗ്രസിന്റെ അവസ്ഥ. BJP വലിയ ടൈറ്റ് ഫൈറ്റിലേക്ക് വരുന്നു. BJP ടൈറ്റ് ഫൈറ്റിലേക്ക് വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആ വോട്ടുകൾ പോവുക കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയാണ്. ഇല്ല, ഈ കോൺഗ്രസ് ഇപ്പം നമുക്കറിയാമല്ലോ, ഈ കേരള കോൺഗ്രസുകളുടെ ഒരു വല്ലാത്ത അപ്രമാദിത്വമുള്ള മേഖലയാണ് പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ കോട്ടയം എന്ന് പറയപ്പെടുന്ന നിയോജകം. അപ്പോൾ കോട്ടയത്തിനകത്തേക്ക് എത്തപ്പെടുമ്പോൾ തന്നെ ഇപ്പോൾ
ഏറ്റുമാനൂർ, അതെ, ഏറ്റുമാനൂരിലെ കടുത്തുരുത്തി, പാലായിൽ ഇതുപോലുള്ള മേഖലകളിൽ എപ്പോഴും കേരള കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വം ഉണ്ട് താൻ. അത് മാത്രമല്ല, ഇപ്പോൾ പിറമ പോലുള്ള മേഖലകൾ, പിറമ ഇപ്പം പണ്ട് നമുക്ക് കേരള കോൺഗ്രസ് ജേക്കബുമായിട്ട് ബന്ധപ്പെട്ട അനൂപ് ജേക്കബിൻ്റെ മണ്ഡലമാണ്. അനൂപ് ജേക്കബ് എപ്പോഴും സ്ഥിരമായിട്ട് വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന് അധികം സ്വാധീനം ജേക്കബ് കൊണ്ട് ഇപ്പോഴും പാർട്ടിയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ അവരുടെ പാർട്ടിയുടെ ലീഡർ കൂടിയാണ് അദ്ദേഹം. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം അല്ല, അത് ഈ അധികാരമില്ലാതിരിക്കുമ്പോൾ ആരും ഉണ്ടാകാനുള്ള നമുക്ക് അറിയില്ലല്ലോ. MLA ആണെങ്കിൽ പോലും അറിയാൻ അങ്ങനെയുള്ള സാഹചര്യമാണ്. മന്ത്രിയാകുമ്പോഴാണ് ഇവരറിയാം. അതായത് ഇങ്ങനെയുള്ള ഘടകകക്ഷികളുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, പ്രാദേശിക കക്ഷികളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് പലപ്പോഴും മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴും മന്ത്രിയാവുക എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ അനൂപ് ജേക്കബ് അടക്കം, അതായത് വളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ് എന്ന് മാണി പറഞ്ഞതുപോലെ. അത് വളരെ പൂർണ്ണമാണ്. ഏകദേശം 10-13 ആയിട്ടൊക്കെ ഇത് പുലർന്നിട്ടുണ്ട്. അതിൽ 6 LDFനും 6 UDFനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷേ കേരള കോൺഗ്രസ്, ഞാനിപ്പോൾ ഇതിനകത്ത് ചില കണക്കുകൾ നോക്കുമ്പോൾ തന്നെ 2019 തോമസ് ചാഴിക്കാടൻ നേടിയത് 4,21,000 വോട്ട്, അതായത് 46.25ആണ്. ജോസ് കെ മാണി അതേ സമയത്തിന് 2014 നേടിയത് 4,24,194, ഏകദേശം 50.90% വോട്ട്. അന്ന് അദ്ദേഹം മത്സരിച്ചത് മാത്യു ടി തോമസിനോടാണെങ്കിൽ 2019 VN വാസവൻ, ഇപ്പോഴത്തെ മന്ത്രിയാണ്, അന്ന് കോട്ടയത്ത് CPMൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. VN വാസവന് 3,14,787 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അതേസമയം മാത്യു ടി തോമസ് 3,03,595 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. അങ്ങനെ ഇതിനകത്ത് ചില കളികളുണ്ട്. ഇതിനകത്ത് ആകെയുള്ളൊരു ഇത് BJPയുടെ സ്ഥാനാർത്ഥി, അന്ന് ഈ 2009 BJPയുടെ സ്ഥാനാർത്ഥി ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. 2014 എത്തപ്പെടുമ്പോൾ, അല്ല 2019 എത്തപ്പെടുമ്പോഴും അവിടെ അഡ്വക്കേറ്റ് PC തോമസ് മാത്രമാണ് വേറെ ഇതായിട്ട്, അതായത് KECയുടെ കേരള കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് PC തോമസ് വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കപ്പെടുന്നത്. പക്ഷേ അന്ന് അദ്ദേഹം 1,54,658 വോട്ടുകൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസിൻ്റെ പ്രാമുഖ്യം PC തോമസിനുണ്ടായിരുന്നു. പണ്ട് മൂവാറ്റുപുഴ സീറ്റൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ലക്ഷക്കണക്കിന് വോട്ടിന്, ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് വോട്ടിന് വിജയിക്കുന്ന, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന ഒരേ സ്ഥാനാർത്ഥിയുള്ളത് PC തോമസാണ്. ആ മൂവാറ്റുപുഴ മണ്ഡലമൊക്കെ മാറി, അല്ല നമുക്കറിയാമല്ലോ, ലോക്സഭാ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുമ്പോൾ പലതായിട്ട് മാറുകയും പലതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന തരത്തിലുണ്ടാകും. 2009 അത്തരത്തിലുള്ള ഈ പുനഃക്രമീകരണങ്ങൾ നടന്നപ്പോഴാണ് മൂവാറ്റുപുഴയൊക്കെ മാറി മറ്റുള്ള മണ്ഡലങ്ങൾക്കാകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, പഴയ മൂന്തപുരമൊക്കെ മാറി ചാലക്കുടിയാകുന്നത്, അങ്ങനെ പല മണ്ഡലങ്ങളും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വയനാടടക്കമുള്ള മണ്ഡലം. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിലേക്കുള്ളൊരു മാറ്റം വരുമ്പോൾ കേരള കോൺഗ്രസുകളുടെ ഒരു രൂപീകരണം, അല്ലെങ്കിൽ കേരള കോൺഗ്രസുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. PC ജോർജ് അടക്കം അതിനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരിക്കലും കോട്ടയത്തെ ജനങ്ങൾ കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് അപ്പുറത്തേക്കൊരു പാർട്ടി എന്ന് പറയുന്ന പാർട്ടികളിലേക്ക് കൂടുതൽ ആൾക്കാർ എത്താത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഈ ഒരു നിമിഷം ഇപ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി BDJSന് വേണ്ടി, അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമ്പോൾ ഒരു വലിയ മാറ്റം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. കാരണം BJP എന്ന് പറയപ്പെടുന്ന അപ്രസക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പ്രസക്തമാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റൊന്ന്, BJPക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് വോട്ടുകൾ, കാരണം കോട്ടയത്തിലടക്കം, നമ്മൾ കോട്ടയത്തെപ്പോഴും ഈ കോട്ടയം പാല എന്നൊക്കെ പറയുമ്പോൾ അച്ചായന്മാരുടെ നാടാണ്, ക്രിസ്ത്യാനികൾ കൂടുതൽ ഭൂരിപക്ഷമുള്ള മേഖലയാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ സംഭരിച്ച് അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു വോട്ടുകളിലൂടെ മുന്നോട്ട് പോകുന്ന കേരള കോൺഗ്രസുകളുള്ള നാട് കോട്ടയം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും അവിടെ ഏകദേശം 21% വരുന്ന ഹിന്ദു വോട്ടുകളുണ്ട്, നായസിൻ്റെ വോട്ടുകളുണ്ട്, SNDPയുടെ വോട്ടുകളുണ്ട്. അങ്ങനെ വോട്ടുകൾ അവിടെ ലഭിക്കാനുണ്ട്. അങ്ങനെ അതൊന്ന് ക്രോഡീകരിക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു നേതൃത്വം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേതാവ്, ഇപ്പം BDJSന് പകരം അവിടെ ഒരു BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ, അല്ലേ, അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അവിടെ ഇപ്പം NDA മുന്നണിയാണെങ്കിൽ കൂടിയും ഇപ്പം എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നവരും അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്നവരുമുണ്ട്. അതുപോലെയാണ് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നത്. താമര എന്ന് പറയപ്പെടുന്ന ഒരു വികാരമായി കണ്ട് അതിൽ വോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ കോട്ടയത്ത് ഈ സ്ഥിതി മറ്റൊന്നായിരുന്നു. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു കാലാവസ്ഥ അവിടെ ഉണ്ടാക്കിയെടുത്തതിന്. പിന്നെ NDA പോലൊരു ഘടകത്തിനകത്ത് ഘടകകക്ഷികളെ കൂടെ മാനിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വയനാട് രാഹുൽ ഗാന്ധിയുടെ കൂടെയൊക്കെയാണ് ചെന്ന് മത്സരിക്കാൻ പോയത്. പ്രാവശ്യം പറയാമെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു ഭാഗം NDAക്ക് കൂട്ടി. കാരണം PC ജോർജിൻ്റെ പഴയ കേരള കോൺഗ്രസ് ജനപക്ഷം, പിന്നീട് ജനപക്ഷമായി, ആദ്യ കേരള കോൺഗ്രസ് ജനപക്ഷമായി മാറി, ജനപക്ഷത്തിൻ്റെ അതിനുശേഷം ഇപ്പോൾ BJPയുടെ ഘടകകക്ഷിയായി, NDAയുടെ ഘടകകക്ഷിയായി ഇപ്പോൾ BJPയിലേക്ക് തന്നെ വന്നിരിക്കുന്നു. പ്രവർത്തകരെ അസംതൃപ്തനാണ് ഈ PC ജോർജ്. അതാണ് പ്രശ്നം. പുള്ളി ഇത്രയും കാലം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടും
പുള്ളിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ സ്വതന്ത്രനായി നിന്ന് പോലും മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് പി സി ജോർജ്. അതില്ല എന്ന് പറയാൻ കഴിയില്ല. അതെ, പൂഞ്ഞാറിൽ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ 30,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു വന്നത്. അപ്പം അദ്ദേഹത്തെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം അദ്ദേഹം നടത്തിയ ചില പ്രയോഗങ്ങൾ, ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് ഭവിക്കുകയാണ്. അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് തനിക്ക് പ്രശ്നമായി ഭാവിച്ചത് എന്നാണ്. അല്ലാതെ അതിനു മുമ്പ് മറ്റു പ്രശ്നങ്ങളൊന്നും മുസ്ലിങ്ങളുടെ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കപ്പെട്ട ഒരു സംവിധാനം, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിന് ശേഷമാണ് ഒരു അടുപ്പക്കുറവ് അവിടുത്തെ ജനങ്ങൾ ഇദ്ദേഹത്തോട് കാണിച്ചത്. കാരണം ഈ ഈരാറ്റുപേട്ട പോലുള്ള അദ്ദേഹം കാണിച്ച ആ ഒരു പ്രസംഗം അത് വല്ലാതെ അവിടുത്തെ അവരെ നൊമ്പരപ്പെടുത്തി, മുസ്ലിം സഹോദരങ്ങൾ. ഒരു പക്ഷേ ഈരാറ്റുപേട്ട പറയുകയാണെങ്കിലും തൊടുപുഴയൊക്കെ പറയുകയാണെങ്കിലും, തൊടുപുഴ ഇടുക്കിയുടെ ഭാഗമാണെങ്കിൽ പോലും തൊടുപുഴയൊക്കെ പറയുകയാണെങ്കിലും ഈ പറയപ്പെടുന്ന പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ ചില സത്യം കൂടിയുണ്ട്. കാരണം ഈ തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ അത്തരത്തിൽ കൂടുതലുള്ളൊരു മേഖല തന്നെയാണ്. അതിൽ അതൊരു സംശയവുമില്ല. വാഗമണിലെ സിമി ക്യാമ്പ് അടക്കം പല കാര്യങ്ങളും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോഴും പി സി ജോർജ് പറയുന്നതും ഉറച്ചു നിൽക്കുന്നതും തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് മാത്രമാണ്. അല്ല, അദ്ദേഹം മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ പറയുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ തീവ്രവാദികളുടെ വോട്ട് എനിക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അതൊരു പക്ഷെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുകയോ ചെയ്യുക സ്വാഭാവികമാണ്. അത് അത്തരത്തിലാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്തു. അദ്ദേഹത്തെ തടയുക വരെ ചെയ്തു. സ്ഥാനാർത്ഥിയായി ചെല്ലുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഇറങ്ങി സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്നതിൽ പോലും ഒക്കെ കാര്യങ്ങൾ എത്തി. അപ്പോൾ ഇത്തവണ SDPയുടെ വോട്ട് കോൺഗ്രസിനാണ്. അതെ, പക്ഷേ അല്ല, SDPയുടെ വോട്ട് കോൺഗ്രസിനാണ് എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ആ മേഖലകളിൽ നിന്നുള്ള വോട്ടുകൾ വേണ്ട എന്ന് PD സതീശനും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ആ വോട്ടുകൾ അവർ വാങ്ങിക്കും. കോൺഗ്രസ് SDPയുടെ വോട്ടുകൾ വാങ്ങിക്കും, UDF വാങ്ങിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ആരാണെങ്കിലും ആരുടെ വോട്ട്, അതേസമയം PDPയുടെ വോട്ടുകൾ എല്ലാവരും വാങ്ങിക്കുകയാണ്. ആരാ വാങ്ങിക്കാതിരിക്കുന്നത്? PDPയുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ, നമുക്കറിയാമല്ലോ LDF പണ്ട് പൊന്നാനിയിൽ മത്സരത്തിന് ഇറങ്ങിയത്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുപോലുള്ള മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരേ സമയം തന്നെ മതേതരത്വവും വർഗീയതയൊക്കെ പറയുന്ന പാർട്ടികളാണ് എല്ലാം. അതെ, മനസ്സിലായില്ല. അത് ആരാണെങ്കിലും, A ആണെങ്കിലും B ആണെങ്കിലും അതുപോലെ, അത് CPM ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഒരേ സമയം ഈ വർഗീയത പറയുകയും മതേതരത്വം പ്രസംഗിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളാണ് LDFും UDFും എപ്പോഴും. അതുകൊണ്ട് SDPയുടെ വോട്ട് ലഭിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ ചില പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ഞങ്ങൾക്ക് വോട്ട് വേണ്ട വർഗീയവാദികളെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ തന്നെയാണ് ചിലപ്പോൾ രാഖി രാമനം കണ്ടിട്ട് പിറ്റേ ദിവസം വോട്ട് വേണമെന്ന് പറയപ്പെടുകയും അവരുടെ വോട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളതിൽ ഭൂരിപക്ഷവും. അപ്പോൾ അതുകൊണ്ട് അതിൽ മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല. ഇവരാരും വോട്ട് ചെയ്യാതിരിക്കാൻ പോകുന്നില്ലല്ലോ. എന്തായാലും SDPക്കാരാണെങ്കിലും PDPക്കാരാണെങ്കിലും അവർ വിശ്വസിച്ച പ്രസ്ഥാനത്തിൽ അവർ വോട്ട് ചെയ്തിരിക്കും. അത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാലും അവർ വോട്ട് ചെയ്യും ആണല്ലോ. അപ്പോൾ അവരുടെ ചിന്താഗതിക്കനുസരിച്ച് ആ വോട്ടിംഗ് സംവിധാനമൊക്കെ നടന്നുകൊണ്ടിരിക്കും. എന്തായാലും കോട്ടയത്തിന് ഒരു മുഖമുണ്ട്. അത് ഈ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള തമ്മിലടിയിൽ തകർന്നു പോകാതിരുന്നാൽ മതി. കാരണം കേരള കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ തോമസ് ചാഴിക്കാടന് കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നല്ല ഇമേജുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷേ തോമസ് ചാഴിക്കാടൻ ഇപ്രാവശ്യം ജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നാമത്തെ കാര്യം ഈ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു മത്സരത്തിൽ പിന്നാക്കം പോകുന്നത് ഭരണപക്ഷത്തല്ല എങ്കിൽ എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളായിരിക്കും മുന്നോക്കം വരികയും മറ്റ് ഭരണപക്ഷത്തെത്തുന്നവർ എപ്പോഴും പിന്നാക്കം പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഘട്ടത്തിൽ അത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്തുള്ള നേട്ടങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് പൊറുതിമുട്ടിയത് കൊണ്ട് തന്നെ ആ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം കൃത്യമായി അത് പ്രതിഫലിക്കുകയും ചെയ്യും. അങ്ങനെ പ്രതിഫലിക്കുകയാണെങ്കിൽ കോട്ടയത്തെ തോമസ് ചാഴിക്കാടിന് വേർപ്പൊഴുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫ്രാൻസിസ് ജോർജിന് ചിലപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നില മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയും. വിജയിക്കുവാനുള്ള സാധ്യതകളും ഫ്രാൻസിസ് ജോർജിനാണ് ഒരല്പം, ഒരു പടി, ഒരു ശതമാനം മുന്നിൽ നിൽക്കുന്നത്. തോമസ്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തുഷാർ വെള്ളാപ്പള്ളി അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം BJPക്ക് കാഴ്ചവെക്കാൻ പറ്റും. ഈ പലപ്പോഴും ഈ കുടത്തിലും കരത്തിലും ഒന്നും വോട്ട് ചെയ്യാൻ ചിലപ്പോൾ പ്രായമായവർക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ചെയ്യാത്താണ്. പക്ഷെ അതേസമയം അവർ ചിന്തിക്കുന്ന അവർക്ക് 1, 2, 3 രണ്ടെണ്ണമായിരുന്നു താമരകൂടി അവരുടെ, അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. കാരണം താമരകൂടി അവരുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ താമരകൂടി എത്തിയ സാഹചര്യത്തിൽ താമര ഇല്ലാതെ വരുമ്പോൾ അവർ താമരയ്ക്ക് വോട്ട് ചെയ്യാതെ വരും. അപ്പോൾ അതിന് മുൻകാലത്തിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാകും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട്
ആ വോട്ടുകൾ ആർക്ക് ലഭിക്കുന്നു അവരായിരിക്കും കോട്ടയത്ത് വിജയിക്കാൻ പോകുന്നത്. അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. കാരണം ഈ താമര അടയാളത്തിൽ മത്സരിക്കുന്നവർക്ക് താമര അടയാളത്തിൽ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ്. കൈപ്പത്തിക്കാർ കൈപ്പത്തിയിൽ മത്സരിക്കുക, അരിവാളിൽ മത്സരിക്കുക, അങ്ങനെയുള്ള വളരെ താഴെ തട്ടിൽ. കാരണം വളരെ പ്രായമായിട്ടുള്ള അമ്മമാരും അമ്മമ്മമാരും ഒക്കെ അടക്കമുള്ളവരൊക്കെ വോട്ട് ചെയ്യാനെത്തുമ്പോൾ പേര് നോക്കിയോ നാളെ നോക്കിയോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പോലെ പാർട്ടി നോക്കിയായിരിക്കില്ല, ഈ ചിഹ്നം നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിക്ക് കുറച്ചുകൂടി നല്ലത് ആലപ്പുഴ ആയിരിക്കാം. വേണമെങ്കിൽ അങ്ങനെ ഒന്ന് തീരുമാനിച്ചു. പക്ഷേ ആലപ്പുഴയിൽ ഇപ്പോൾ ഗംഭീരമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതാ പറഞ്ഞത്, അവിടെ തകർക്കുന്ന പ്രദേശവാസി അല്ലെങ്കിൽ അതെ അതെ തീർച്ചയായും പ്രദേശവാസി. പക്ഷെ അവിടെ ഈ പറഞ്ഞില്ലേ ഈ SNDPയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ പലപ്പോഴും ആലപ്പുഴ പോലൊരു മേഖലയിൽ SNDPയുടെ വെള്ളാപ്പള്ളി സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഒരേ സമയത്തിന് പിണറായി വിജയനെയും അതേസമയം തന്നെ മോദിയെയും ചിലപ്പോൾ സൂചിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് SNDPയുടെ ഈ നേതാവ്. BDJSന് പിന്തുണ കൊടുക്കുകയും അതേസമയം തന്നെ CPMന്റെ ഭാഗമാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി. പക്ഷെ അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അനിൽ ആന്റണി BJPയിലേക്ക് വന്നു, വലിയ എതിർപ്പ് CPMന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നു, വലിയ എതിർപ്പ് പത്മജയുടെ സഹോദരൻ പോലും തള്ളിപ്പറഞ്ഞു. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി BJPയിലേക്ക് വന്നപ്പോൾ ഒരു തരത്തിലുള്ള എതിർപ്പും ഒരു രാഷ്ട്രീയക്കാരനും പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കാണ് ഇടതുപക്ഷത്തിന് BJS ആകേണ്ടതാണ്, അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ളവരുമൊക്കെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്ക് ആകാം. അതിന് ചില കാരണങ്ങൾ ഞാൻ കണ്ടത്, ഈ BDJSമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലൊക്കെ വെള്ളാപ്പള്ളിയുടെ നിലപാട് വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം വെള്ളാപ്പള്ളി ഇങ്ങനൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ വെള്ളാപ്പള്ളി അതിനോട് യോജിപ്പുണ്ടെങ്കിൽ പോലും മാറി നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം എപ്പോഴും അധികാര രാഷ്ട്രീയത്തിൻ്റെ കൂടെയായിരുന്നു. അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അധികാര രാഷ്ട്രീയം കേരളത്തിൽ ആരാണോ അധികാരത്തിലിരിക്കുന്ന ആ പാർട്ടിയോടൊപ്പം എപ്പോഴും ഒരല്പം സൗമനസ്യത്തോടുകൂടി പെരുമാറുന്ന മൃദു സമീപനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് എപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ. അത് അദ്ദേഹം ഇവിടെയും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പാർട്ടി ഉണ്ടാക്കുമ്പോഴും അദ്ദേഹത്തിന് പാർട്ടി ഉണ്ടാക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നാളെ മന്ത്രിയായാലും അദ്ദേഹത്തിന് അത് സന്തോഷമുള്ളതാണ്. കാരണം എത്താൻ പറ്റുന്ന ആ മേഖലകളിലാണ് പുള്ളിക്ക് വലിയ താല്പര്യം. പക്ഷേ മറ്റുള്ളവരെ താഴ്ത്തിക്കൊണ്ട്, അതായത് അന്ന് ആരാണോ അവരെ താഴ്ത്തിക്കൊട്ടിക്കൊണ്ടാകരുത്. കാരണം അദ്ദേഹത്തിൻ്റെ പല ബിസിനസ്സുകൾ വ്യവസായ മേഖലകളിലും വ്യവസായത്തെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു വളരെ കർശന നിലപാടുകളും കൂർമ്മ ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു വ്യവസായി ആയതുകൊണ്ടും അദ്ദേഹം എപ്പോഴും ഭരണപക്ഷത്തോട് ആഭിമുഖ്യം കാണിച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് BDJSന്റെ ആ ഒരു രൂപീകരണ സമയത്ത് അദ്ദേഹം ഒരു പിന്നാക്കം നിന്നുകൊണ്ട് ശരി മകനെ കൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, മകൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതും ഒരേ സമയത്തിന് നമുക്കറിയാമല്ലോ എത്രയോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മനസ്സ് എന്ന് പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളി മോദിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ബോർഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ബോർഡർ കടന്ന് അദ്ദേഹത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല എന്നൊരു വിശ്വാസം വെള്ളാപ്പള്ളി നേടിയെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം ഒരു ഫാക്ടർ വർക്കൗട്ട് ചെയ്ത മറ്റൊരു മേഖല കൂടിയുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ MD ഇപ്പോഴത്തെ അഗസ്റ്റിൻ സഹോദരൻ, അവർ BJPയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് BJPയെ അറിയിക്കുകയും ഒരു പക്ഷേ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ചാനലിൽ ഭാവിക്കുകയും, എന്നാൽ കിട്ടിയ അവസരങ്ങളെല്ലാം പിണറായി വിജയൻ്റെ സ്തുതി കൊണ്ട് ചാനലിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും മകനും കൂടെ കളിക്കുന്ന പോലുള്ള ടോം ആൻഡ് ജെറി കളി തന്നെ അവിടെയും നടക്കുന്നുണ്ട്. അതിനകത്തുള്ളവരൊക്കെ ഈ പറയുന്ന പോലെ എല്ലാവരും CPMന്റെ വളരെ സമ്പന്നതരായ നേതാക്കൾ, CPMനോട് വളരെ അടുപ്പം പുലർത്തുന്ന ആൾക്കാർ അവർ തന്നെയാണല്ലോ അതിനകത്തുള്ളവർ. അവർക്ക് ബാലൻസ് ചെയ്യാൻ ഒരു സുജയ പാർവതി മാത്രമാണ് അതിനകത്ത് ഈ പറയുന്ന പോലെ BJPക്ക് വേണ്ടി കളിക്കുന്നത്, വേറെ ആരുമില്ല. നിഷ്പക്ഷപതികൾ എന്ന് പറയാൻ ഉണ്ണി ബാലകൃഷ്ണനെ പോലും ചിലപ്പോഴൊക്കെ അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യമൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ഈ ചാനൽ ചർച്ചകളും അല്ലെങ്കിൽ ചാനലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ രണ്ടുപേരും ഒരേ സ്ട്രാറ്റജിയാണ്. അതാണ് അതാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്. വെള്ളാപ്പള്ളി എപ്പോഴും വെള്ളാപ്പള്ളിക്ക് അനുകൂലമാകുന്ന ഒരു കാലാവസ്ഥയിൽ മാത്രം ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് അറിയാം എവിടെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ പറയല്ലേ താറാവിനെ നീന്താൻ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നത് പോലെയാണ് വെള്ളാപ്പള്ളിയുടെ കാര്യം. വെള്ളാപ്പള്ളി എവിടെ കൊണ്ടിട്ടാലും വെള്ളാപ്പള്ളി അതിനനുസൃതമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആർക്കെതിരെ അടിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യവുമുണ്ട്. അതുകൊണ്ടാണ് ഏത് തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ എത്തിയിരുന്നാലും ആ അഴിമതി ആരോപണങ്ങൾ CBI അടക്കമുള്ള ED അടക്കമുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു തടയിടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS മതിയാകും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതേസമയം
ഈ മേഖലയിൽ, അത് കേരളത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മൈക്രോ ഫിനാൻസ് അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ അടക്കം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ LDF-ഉം പിണറായി വിജയനും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും പിണറായി വിജയനെ മൃദു സമീപനത്തിൽ തഴുകി തലോടാൻ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അതുകൊണ്ട് സ്വന്തം തട്ടകത്തിൽ തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ വന്ന് നിന്നാൽ പോലും 7 മണിക്ക് ഉറപ്പായും പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, 100% ഉറപ്പാണ്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്, ആലപ്പുഴയിൽ ഇപ്പോൾ നിൽക്കുന്ന കാൻഡിഡേറ്റ് ശക്തയാണ്. അതുകൊണ്ടാണ് KC വേണുഗോപാലൊക്കെ വേർത്തുകൊണ്ടിരിക്കുന്നത്. എ മാരിഫിനൊക്കെ ഒരു രക്ഷയുമില്ല. BJPയുടെ പല നേതാക്കന്മാരെ കൊണ്ട് പലരും ഇപ്പോൾ ശശി തരൂർ കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെട്ട് എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയില്ല. ആരോ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കാലിൽ വീഴുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോഴേ ആകെ പ്രശ്നത്തിലായി. അതുപോലെ തന്നെ പല സ്ഥലത്തും സുരേഷ് ഗോപി കൊണ്ട് തൃശ്ശൂര്, പത്തനംതിട്ട അനിൽ ആന്റണി, അപ്പൊ അങ്ങനെ നിരവധി സ്ഥാനാർത്ഥികൾ ഇത്തവണ. അത് തന്നെയാണ് ഒരു വലിയ കാര്യം. നേരത്തെയൊക്കെ നമ്മൾ ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലാണ് ഈ സ്ഥാനാർത്ഥികളെ ഒരു 3-4 ലോക്സഭാ മണ്ഡലങ്ങളിൽ വളരെ കഠിനമായ, ആരാണെന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള മത്സരം. അതിൽ ഈ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടൽ തിരുവനന്തപുരത്ത്, ആറ്റിങ്ങലിൽ വി മുരളീധരൻ, ആലപ്പുഴയില് ശോഭാ സുരേന്ദ്രന്റെ ഇടപെടലുണ്ടാകുന്നു, പത്തനംതിട്ട അനിൽ ആന്റണി, തൃശ്ശൂരിലെ സുരേഷ് ഗോപി, ഇങ്ങനെയുള്ള ഒരു വലിയ പ്രത്യേകത ഇതിനകത്തുണ്ട്. 5 മണ്ഡലങ്ങളിലും ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ BDJSന്റെ സ്ഥാനാർത്ഥിക്ക് പകരം BJPയുടെ സ്ഥാനാർത്ഥിയാണ് കോട്ടയത്ത് നിന്നത് എങ്കിൽ കുറച്ചുകൂടി മുന്നേറ്റം ഉണ്ടാകുമായിരുന്നു. ഷോൺ ജോർജ് ആയിരുന്നെങ്കിൽ പോലും അതിനൊരു മാറ്റം വന്നേനെന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. തീർച്ചയായിട്ടും BJP കാൻഡിഡേറ്റാണ് എപ്പോഴും വില. ഞാൻ പറയുന്നത് മറ്റൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ഏതൊരു ചിഹ്നത്തിലാണോ മത്സരിക്കുന്നത് ആ ചിഹ്നത്തിൽ മത്സരിക്കുന്നവർക്ക് എപ്പോഴും അവർക്ക് അതിനുള്ള വോട്ട് ലഭിക്കുന്നുണ്ട്. PC ജോർജ് ഒക്കെ ഇനി താമര ചിഹ്നത്തിൽ മത്സരിക്കും. ഷോൺ ജോർജ് അങ്ങനത്തെ സ്ഥിതി. അതുകൊണ്ടാണല്ലോ ഷോൺ ജോർജിനായിരുന്നാലും ഇത് ഇവിടെ PC ജോർജ് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടേണ്ടി വന്ന അവസ്ഥ ഉണ്ടായതെന്നറിയാമല്ലോ. LDF-നും UDF-ലും ഇപ്പോൾ എന്തായിരുന്നാലും ഇവിടെ അദ്ദേഹത്തിനെ കയറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നേ പറ്റും. കാരണം ഇത്രയും കാലമായിട്ട് രാഷ്ട്രീയത്തിൽ വളരെ വലിയ പരിണതപ്രജ്ഞനായിട്ടുള്ളൊരു നേതാവ്, ഇത്രയും കാലം പ്രവർത്തന പാരമ്പര്യമുള്ളൊരു നേതാവ്, കേരള കോൺഗ്രസിന് വേണ്ടി പല കേരള കോൺഗ്രസുകളിൽ മാറി മാറി നിൽക്കുകയും LDF-നോടും UDF-നോടും ചാഞ്ഞും ചരിഞ്ഞും പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് PC ജോർജ്. ഒരു കാര്യം, PC ജോർജ് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും PC ജോർജിന് മനുഷ്യനുമായുള്ള ബന്ധം, വോട്ടർമാരുള്ള ബന്ധം, അത് നമുക്ക് നേതാവ് എന്ന രീതിയിൽ ആർക്കും അദ്ദേഹത്തെ ചെന്ന് കാണുവാനും സംസാരിക്കാനും അദ്ദേഹത്തോട് ഇടപഴകാനും ഒക്കെ ഉള്ള സമയം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ PC ജോർജിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകളും സംസാര രീതികളും അദ്ദേഹത്തിന്റെ ചിലരുടെ പറയാറില്ലേ, ചിലരുടെ വായാണ് ഇല്ലാതാക്കുന്നതെന്ന് പറയുന്നത്. ഷോൺ ജോർജ് പറഞ്ഞൊരു കാര്യം, ഷോൺ ജോർജ് ഞാൻ സൗമ്യനാണല്ലോ, ഷോൺ ജോർജ് സാധാരണ PC ജോർജിനെ പോലെ അല്ല എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ അച്ഛൻ കർഷകൻ്റെ മകനായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും കർഷകൻ്റെ ഇതുമൊക്കെ കണ്ടു വളർന്ന ആളാണ്. പക്ഷേ എൻ്റെ അച്ഛനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് വന്നത്. ഒരു പക്ഷേ ആയിരിക്കാം, അത് ഞാൻ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് ഷോണിന്റെ കമന്റ് അനലൈസ് ചെയ്താൽ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. അതെ അതെ, മണ്ണിൽ കുറച്ചുകൂടി റഫായിരിക്കും. ആ സ്വഭാവമാണ് എന്നാണ് ഷോൺ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം. എങ്കിലും മനുഷ്യരോടും മണ്ണിനോടും ഒക്കെ ഇഷ്ടമുള്ള സ്നേഹമുള്ള ഒരു നേതാവ് തന്നെയാണ് PC ജോർജ്. എന്തായാലും ഈ PC ജോർജിന്റെ കേരള കോൺഗ്രസും ഫ്രാൻസിസ് ജോർജിന്റെ കേരള കോൺഗ്രസും ഷോൺ ജോർജിന്റെ കേരള കോൺഗ്രസും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ മത്സരിക്കപ്പെടുന്ന നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി ആണെങ്കിലും, അല്ലെങ്കിൽ എന്തായാലും കുറച്ച് വോട്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ കേരള കോൺഗ്രസുകളോടും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത കേരള കോൺഗ്രസുകളുടെ മത്സരം നടക്കുന്ന ഒരു ഇടമാണ് ഈ പറയുന്ന പോലെ നമ്മുടെ കോട്ടയത്ത്. നല്ല പാർലമെന്റേറിയന്മാരുള്ള സ്ഥലമാണ്. അതിൽ എടുത്തു പറയേണ്ടത് സുരേഷ് കുറുപ്പിന്റെ സാന്നിധ്യമാണ്. ഞാൻ വളരെ ചെറുപ്പകാലം മുതൽ ഈ പാർലമെന്റ് നടപടികൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ അന്നൊക്കെ സുരേഷ് കുറുപ്പ് വളരെ ചെറിയ പ്രായത്തിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രകടനം ഏറ്റവും മികച്ച പ്രകടനമാണ്. അന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, മറ്റുള്ളവരൊക്കെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോകുന്നവരൊക്കെ ആകെ എണ്ണിക്കുന്നത് മുണ്ടും ഉരിഞ്ഞു പോയാൽ ഉടുക്കാൻ മാത്രമാണ് എന്നാണ് അതൊരു കമന്റ്, അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. പക്ഷെ സുരേഷ് കുറുപ്പ് മാത്രമാണ് ഇവിടെ നമ്മുടെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിരുന്നു. പിന്നീട് ഇപ്പോൾ സുരേഷ് കുറുപ്പ് അപ്രസക്തനായി പോയി CPM. അങ്ങനെയാണ് ഈ പാർട്ടിയുടെ കാര്യം. കാരണം എനിക്ക് തോന്നുന്നു 1984 8ാം ലോക്സഭയിൽ തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ
പാർലമെൻ്ററി ജീവിതമാണ്. അതെനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നെ 11-ലും 12-ലും 13-ലും ഒക്കെ 13ാം വളരെ ഇഷ്ടമുള്ളൊരു പാർലമെന്ററിയനായിരുന്നു സുരേഷ് ഗോപി. വളരെ സൗമ്യനായിട്ടുള്ള മുഖം. ചിലപ്പോൾ CPM-ന് ഇങ്ങനത്തെ സാരഥികളുണ്ടോ അല്ലെങ്കിൽ നേതാക്കന്മാരുണ്ടോ എന്ന് സംശയിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ് കുറുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് പേരുള്ള രമേശ് ചെന്നിത്തല കോട്ടയത്തിൻ്റെ MP ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള അതിനുശേഷം ജോസ് കെ മാണിയും തോമസ് ചാഴിക്കാടനൊക്കെ വന്നപ്പോഴാണ് ഇത് കേരള കോൺഗ്രസിൽ എത്തുന്നത്. അതിനു മുമ്പൊക്കെ ഇപ്പോൾ ശ്രീ പറഞ്ഞ പോലെ സുരേഷ് കുറുപ്പ് തന്നെ 4 പ്രാവശ്യം നടന്നായിരുന്നു. സ്കറിയ തോമസും സുരേഷ് കുറുപ്പ് എപ്പോഴും അറിയപ്പെടുന്നത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് സുരേഷ് കുറുപ്പ്. അതെ, നമ്മുടെ ചെറിയ കാലഘട്ടം അന്ന് പോലും ശ്രദ്ധിക്കുന്നു. അതായത് രാഷ്ട്രീയം അന്ന് അത്ര വലിയ കാര്യമായി അറിയുന്ന ഒരു സമയമൊന്നും ആയിരിക്കില്ല. പക്ഷെ എങ്കിൽ പോലും അന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ പോലൊക്കെ 84 കാലഘട്ടത്തിൽ അറിയുക എന്ന് പറയാം. വളരെ ചെറിയ 89 കാലഘട്ടത്തിൽ അറിയുക നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്താണ്. എനിക്കൊന്നും സ്ത്രീയൊക്കെ കുറേ കൂടെ കുറച്ച് കുട്ടികളാണ്. ഞങ്ങളൊക്കെ കുറച്ചുകൂടെ മുതിർന്നവരായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ നമ്മൾ എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം വിഷ്വൽ പോലും ഓർമ്മയുണ്ട്. അദ്ദേഹം നിൽക്കുന്നതും ആ സംസാരിക്കുന്നതും പോലും ഓർമ്മയുണ്ട്. അത്ര ഭംഗിയായി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരു MP പാർലമെന്റിൽ സംസാരിക്കുന്നു. അത് വളരെ അതല്ലാതെ എനിക്ക് ഓർമ്മയുള്ള ഒരാൾ ചന്ദ്രബാബു നായിഡുവാണ്. വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ് അന്ന് ചന്ദ്രബാബു നായിഡു. ആ ഒപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരാൾ വളരെ ഭംഗിയായി സംസാരിക്കുന്നു, നല്ല ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു ഒക്കെ. അന്ന് എനിക്ക് ഭയങ്കര ആരാധനയോടെ ഞാൻ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 84 തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടെ കാഴ്ചക്കാരായി തീരുന്ന 96-ലും 97-ലും 98, 99 കാലഘട്ടങ്ങളിൽ അദ്ദേഹം അന്നും പാർലമെന്ററി ആ ലോക്സഭാ അംഗമായിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ അറിവുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോഴൊക്കെ നമ്മൾ ഈ പത്രവാർത്തകളെ കൂടുതൽ സ്വാധീനിക്കുക നമ്മളെപ്പോലുള്ളവർ ചിലപ്പോൾ പത്രപ്രവർത്തകരാകുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ എത്തിച്ചതിന് ഇവരുടെ സ്വാധീനം. നമ്മുടെ കുടുംബത്തിലെ ഈ പാർലമെന്റുമായി ബന്ധപ്പെട്ട നടപടികളോ അന്ന് ദൂരദർശൻ പാർലമെന്റും ഒക്കെ മാത്രമേ സിനിമകളുടെ അല്ലെങ്കിൽ കൂടുതൽ പ്രോഗ്രാംസ് ഇല്ല. കൂടുതലും കാണിക്കുന്നത് പാർലമെന്റും നിയമസഭയും ഒക്കെയാണ്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു ഘട്ടത്തിൽ എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പപ്പയ്ക്ക് നിർബന്ധമായിരുന്നു പാർലമെന്റ് നടപടിയും നിയമസഭാ നടപടിയൊക്കെ കാണണമെന്ന്. അവിടെ അതെ, ബാക്കി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പഠിക്കാൻ അല്പം താമസിച്ചാലും പ്രശ്നമില്ല, പത്രം വായിക്കുകയും അതുപോലെ പാർലമെന്റ് നടപടികൾ കാണുകയൊക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ മാധ്യമപ്രവർത്തനത്തിലേക്ക് നയിച്ചത് പോലും ആ ഒരു ഇത് തന്നെ ആയിരുന്നിരിക്കാം. മുമ്പിലുള്ള ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ചിലപ്പോൾ മാതൃകയാക്കേണ്ട വ്യക്തിത്വങ്ങൾ അതിലൊരാൾ തന്നെയാണ് സുരേഷ് കുറുപ്പ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കൾ ഉണ്ടായിരുന്ന മണ്ണാണ് കോട്ടയം എന്ന് പറയപ്പെടുന്നത്. കോട്ടയത്തിന്റെ MP ആകാൻ ഇപ്രാവശ്യം 2024 ആർക്കാണ് യോഗ്യത ഉള്ളത്? സുരേഷ് കുറുപ്പിനെ ഒന്നുകൂടി ട്രൈ ചെയ്യാമായിരുന്നു എന്നാണ്. പാർട്ടി ഇങ്ങനെയാണല്ലോ, നമ്മുടെ ഈ പറയുന്ന LDF എന്ന് പറയുന്നത് അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാൻ അനുവദിച്ചു പോയത് പിണറായി വിജയനെ മാത്രമാണ്. പിണറായി വിജയൻ പാർട്ടിയായി മാറിയതുകൊണ്ട് പാർട്ടി ഒരിക്കലും പിണറായി വിജയനായിട്ടില്ല. പക്ഷെ പിണറായി പാർട്ടിയായി മാറിയതുകൊണ്ടാണ് അങ്ങനെ ഏകാധിപത്യ പ്രവണത ഉണ്ടാകുന്നത്. പിണറായി തന്നെ തീരുമാനിക്കുന്നു, പിണറായി തന്നെ പറയുന്നു. കാരണം പോളിറ്റ് ബ്യൂറോ പോലും ഇല്ലല്ലോ. പോളിറ്റ് ബ്യൂറോയിൽ പോലും പറയാൻ പറ്റില്ല. കാരണം വണ്ടിക്കൂലിക്ക് കാശ് വേണമെങ്കിൽ കേരളത്തിൽ കിട്ടേണ്ട അവസ്ഥയായി. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ പിണറായി തന്നെയാണ് പാർട്ടി തന്നെയാണ് പിണറായി എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ പണ്ടൊക്കെ തെരഞ്ഞെടുക്കാൻ പോയി പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു LDFന് വേണ്ടി. പക്ഷെ ഇപ്പൊ സീതാറാം യെച്ചൂരിയെ കാണാനില്ല, പ്രകാശ് കാരാട്ടിനെ കാണാനില്ല, ഒന്നും സംസാരിക്കാനും ഇല്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഇപ്പൊ ഈ പാർട്ടി ഇല്ല. ഈ ലോക്സഭ വലിയ രസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്നത് കേട്ടു, ഡൽഹിയിൽ ചെന്നിട്ട് CPMന്റെ ഓഫീസ് അന്വേഷിച്ചാൽ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി ഡൽഹിയിൽ വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഡൽഹിയിൽ എത്തിയിട്ട് CPM ഓഫീസ് ഒന്ന് അടിച്ചു നോക്കിയാൽ ഗൂഗിളിൽ പോലും കാണിക്കില്ല. അതേ അവസ്ഥയാണ് CPMന്റെ. അത് ശരിയാണ്. അതുപോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ദേശീയ പാർട്ടി എന്നുള്ള പദവി പോലും പോയി കഴിഞ്ഞാൽ ആ പാർട്ടി ഇല്ലല്ലോ. പ്രാദേശിക പാർട്ടി കേരള കോൺഗ്രസ് നമ്മൾ പറയുന്ന പോലെ പറയേണ്ടി വരും. 2 ലക്ഷത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുന്ന പോലെ നാളെ കട്ടിലോ മരപ്പട്ടി ഈനാമ്പച്ചിയിലൊക്കെ മത്സരിക്കേണ്ടി വരും. പക്ഷെ മരപ്പട്ടി ഈനാമ്പച്ചിയൊക്കെ കിട്ടുമോന്നറിയില്ല. AK ബാലൻ പറഞ്ഞ മരപ്പട്ടി ഈനാമ്പച്ചിയൊക്കെ ഇനി അവര് പോയി എന്തെങ്കിലും തരത്തിൽ ഈ കോട്ടയത്തിലേക്ക് CPMന്റെ ചിഹ്നമാക്കരുതെന്ന് മരപ്പട്ടി ഈനാമ്പച്ചിയൊക്കെ പറയുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കേണ്ട. അങ്ങനെ ആകാൻ പോകുന്നതിന്റെ ഒന്നാം പ്രചരണം അവസാനിപ്പിക്കുകയാണ്. ആ ഒന്നാം ഘട്ട പ്രചരണം അവസാനിക്കുമ്പോൾ CPMന് എങ്ങനെയെങ്കിലും 11 സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ കോട്ടയം നിയോജക മണ്ഡലം ആരോടൊപ്പം നിൽക്കുമെന്നുള്ളത്, അതായത് കേരള കോൺഗ്രസ് തമ്മിലുള്ള ഒരു മത്സരമായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പടി മുന്നിൽ ഒരു പോയിന്റിന് മുന്നിൽ UDF തന്നെയാണ്, അതായത് ഫ്രാൻസിസ് ജോർജ് തന്നെയാണ്. പകരം അവിടെ ഈ പ്രതികൂല കാലാവസ്ഥകൾ ഉള്ളത് കൊണ്ടാണ് തോമസ് ചാഴിക്കാടൻ പിന്നിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണുക. ഈ കോട്ടയം
ആർക്കാണ് എന്നുള്ളത് അറിയണമെങ്കിൽ ജൂൺ 4 വരെ തന്നെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഞങ്ങൾ അപ്പോഴും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ, 1% മുന്നിൽ അവിടെ ഫ്രാൻസിസ് ജോർജ് തന്നെയാണ് ഒന്നാം ഘട്ടത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ അവസാനത്തിൽ. എന്തായാലും കാത്തിരിക്കാം.